ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് അസ്ർ നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ സംബന്ധിച്ചാണ്. അസ്ർ നിസ്കാരത്തിന് മുമ്പ് പരിപൂർണമായ റവാത്തിബ് നിസ്കാരം 4 റക്അത്തായാണ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. നിസ്കാരങ്ങളൊക്കെ, ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല പരിപൂർണമായ രീതിയിൽ തന്നെ ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഒരുപാട് പവിത്രതകൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ അസ്റിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നതിന് ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പോലെ തന്നെ ഇതിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഹദീസുകൾ പരതുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, റഹിമല്ലാഹു ഇംറഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി അർബഅ. അല്ലാഹു തആല ഒരു മനുഷ്യന് റഹ്മത്ത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യട്ടെ. എങ്ങനത്തെ മനുഷ്യനാണ്? സ്വല്ലാ ഖബ്ലൽ അസ്രി അർബഅൻ, അസ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല റഹ്മത്ത് ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്തുകൾ ലഭിക്കുന്നതിന് കാരണമാണ് അസ്ർ നിസ്കാരത്തിന് മുമ്പുള്ള 4 റക്അത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അൻ ഉമ്മി ഹബീബത ബിൻതി അബി സുഫിയാന റളിയല്ലാഹു അൻഹ, അബൂ സുഫിയാന്റെ മകനായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹദി അവർകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബ്ലൽ അസ്രി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അസ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് നിസ്കാരം പതിവാക്കി പോന്നാൽ, ആരെങ്കിലും അസ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം പതിവാക്കുകയാണെങ്കിൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നല്ല ഒരു വീട് പണിതു വെക്കുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും നരകത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ അസ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം പതിവായി ചെയ്യുന്ന ആൾക്ക് സ്വർഗപ്രവേശനം മാത്രമല്ല, സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു വീട് തന്നെ അല്ലാഹു തആല പണിതു വെക്കുന്നുണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളിൽ പറയുന്നതായി കാണാം. മഹദിയായ ഉമ്മി സലമത്ത റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വല്ലാ 4 റക്അത്തിൻ ഖബ്ലൽ അസ്രി ഹറമല്ലാഹു ബദനഹു അലന്നാർ. ഒരു മനുഷ്യൻ അസ്ർ നിസ്കാരത്തിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, അസ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യൻ ഹറമല്ലാഹു ബദനഹു അലന്നാരി, അല്ലാഹു തആല അവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് നിഷിദ്ധമാക്കുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. ഒന്ന് നരകത്തിൽ നിന്ന് മോചനം നേടുകയും മറ്റൊന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഈ 2 വലിയ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതിന് നബിതങ്ങൾ പഠിപ്പിക്കുന്ന വലിയൊരു കർമ്മമാണ് അസ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നത്. മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അവിടുന്ന് പറയാണ്, ജിഅ്തു, ഞാൻ നബിതങ്ങൾ ഉള്ള ഒരു സദസ്സിലേക്ക് ചെല്ലുകയാണ്. ഞാനിങ്ങനെ ചെല്ലുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദുൻ ഫീ ഉനാസിൻ മിൻ അസ്ഹാബിഹിം, നബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ഇടയിൽ നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ആ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ
ആ സദസ്സിന്റെ പ്രത്യേകത ഫീഹിം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പോലോത്ത വലിയ വലിയ നബിതങ്ങളുടെ വലിയ വലിയ ശിഷ്യന്മാർ ഉള്ള സദസ്സിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് നബിതങ്ങൾ ഇങ്ങനെ അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെല്ലുന്ന സമയത്ത് ഫഅദ്റകതു മിൻ ആഖിരിൽ ഹദീസി, ആ ഹദീസിന്റെ അവസാന ഭാഗം മാത്രമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ അല്പം വൈകിയാണ് ചെല്ലുന്നത്. ആ സദസ്സിൽ നബിതങ്ങൾ ഞാൻ ചെല്ലുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടുന്ന് പറയുന്ന വിഷയം വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ മൻ സ്വല്ലാ അർബഅ റകഅത്തിൻ ഖബ്ലൽ അസ്രി, ഒരു മനുഷ്യൻ അസ്ർ നിസ്കാരത്തിന് മുമ്പ് 4 റകഅത്ത് നിസ്കാരം ശീലിക്കുകയാണെങ്കിൽ, അസ്ർ നിസ്കരിക്കുന്നതിന് മുമ്പ് 4 റകഅത്ത് നിസ്കാരം ഒരു മനുഷ്യൻ നിസ്കരിക്കുകയാണെങ്കിൽ അവന് കിട്ടാവുന്നത് ലം തമസ്സഹുന്നാറു, അവനെ നരകം തൊടുകയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്വർഗപ്രവേശനം കിട്ടലോടുകൂടെ നരകത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനുള്ള വലിയൊരു അമലായി തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഈ നിസ്കാരത്തെ പറ്റിയാണെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പരിപൂർണമായ രീതിയിൽ ജീവിതത്തിൽ പകർത്തിപ്പോരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ റബീഉൽ അവ്വലിൽ നബിതങ്ങൾ കാണിച്ചു തന്ന സുന്നത്തുകളൊക്കെ പരിപൂർണമായ രീതിയിൽ ജീവിതത്തിൽ പകർത്തി നബിതങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.